UDFിന്റെ ശബരിമല വിശ്വാസ സംരക്ഷണ മഹാസംഗമം പന്തളത്ത് ഇപ്പോഴും നടക്കുകയാണ്. കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ബന്ധമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ സംഗമത്തിലും ആരോപിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ല എന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറയട്ടെ. ഞാൻ വെല്ലുവിളിക്കുന്നു. തിരുവനന്തപുരത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഒരു വീട് നിർമ്മിച്ചു കൊടുത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അതിന്റെ താക്കോൽദാനം നിർവഹിച്ചത് കടകംപള്ളി സുരേന്ദ്രനാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും രണ്ടുപേരുമുള്ള ഒരു കമ്പനിയാണ് ഈ വീട് നിർമ്മിച്ച് നൽകിയിരിക്കുന്നത്. എന്നിട്ട് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറയുകയാണ്, നാലാമത്തെ പങ്കാളി ഈ കമ്പനിയുടെ സ്വാമി അയ്യപ്പനാണ്. അയ്യപ്പന് കിട്ടിയ പണമാണ് ഇവിടെ വീട് നിർമ്മിക്കാൻ കൊടുത്തിരിക്കുന്നത്. അത്രയും വലിയ അയ്യപ്പ ഭക്തനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ആരുടെ സർട്ടിഫിക്കറ്റാണ്? കടകംപള്ളി സുരേന്ദ്രന്റെ സർട്ടിഫിക്കറ്റ്. ഇപ്പൊ ഇവർക്ക് ആർക്കും അറിയില്ല ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണെന്ന്. കേരളം ഭരിക്കുന്നത് കൊള്ളക്കാരുടെ സർക്കാരെന്നും ഇത് ഇടത് സർക്കാരിന്റെ അവസാന നാളുകളെന്നും വി ഡി സതീശൻ. കാൽപ്പണവുമായി പൊങ്ങുന്ന കൊള്ളക്കാരുടെ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. കൊള്ള ചെയ്യുന്നവന്റെ ഭഗവാന്റെ സ്വർണം കൊള്ള ചെയ്തവന്റെ കമ്മീഷൻ അടിക്കുന്ന ആളുകളുള്ള നേതൃത്വമാണ് കേരളത്തിലെ ഗവൺമെന്റിനുള്ളത്. ഈ കവർച്ച ചെയ്ത സാധനങ്ങൾ മുഴുവൻ അയ്യപ്പന്റെ ക്ഷേത്ര സന്നിധിയിൽ തിരിച്ചെത്തുന്നത് വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും ഈ സമരവുമായി മുന്നോട്ട് പോകും. ഒരു സംശയവും. ഇനി ഇതിന്റെ അവസാന നാളുകളാണ്. ഈ ഗവൺമെന്റിന്റെ അവസാന നാളുകളാണ്. ഒരു കാര്യം ഞങ്ങൾ പറയുന്നു, ഈ കേസുകൾ പിൻവലിക്കാൻ നിങ്ങൾ തയ്യാറായില്ല എങ്കിൽ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ UDF സർക്കാർ ആദ്യത്തെ മാസം ഈ കേസുകൾ മുഴുവൻ പിൻവലിക്കും. ഞങ്ങൾ വാക്കാണ്. പന്തളത്ത് വിശ്വാസ മഹാസംഗമം പുരോഗമിക്കുകയാണ്. ഇപ്പോഴും ആ പരിപാടി അവസാനിച്ചിട്ടില്ല. അവിടെ നിന്ന് വിവരങ്ങളുമായി മഹാസംഗമം വേദിക്ക് സമീപം നിന്ന് നമുക്കിപ്പം അശ്വിൻ പാലാഴി ചേരുകയാണ്. അവിടെ കെ മുരളീധരൻ അവിടേക്ക് യാത്ര ചെയ്യുന്നു എന്നാണ് വിവരം. എന്നാൽ അദ്ദേഹത്തിന് ഇപ്പോഴും അവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. റോഡ് മാർഗം ഗുരുവായൂരിൽ നിന്ന് അദ്ദേഹം പന്തളത്തേക്ക് വന്നതാണ്. ശനിയാഴ്ച ആയതുകൊണ്ട് നല്ല ബ്ലോക്കാണെന്ന് തോന്നുന്നു. അത് കുറേ നേരം കെ മുരളീധരനെ കാത്തിരുന്നിട്ട് വി ഡി സതീശൻ മടങ്ങിപ്പോയി എന്ന വാർത്ത കൂടി വരുന്നുണ്ടല്ലോ. ഏറ്റവും അവസാന വിവരം എന്താണ് അശ്വിൻ? എന്തായാലും തെരഞ്ഞെടുപ്പുകൾ കൂടി അടുത്തിരിക്കുന്ന കാലത്ത് UDFിനെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്താനാകുന്ന ഒരു പരിപാടിയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി നടന്നുകൊണ്ടിരുന്നത്. കേരളത്തിലെ 4 പ്രധാന കേന്ദ്രങ്ങളിൽ നിന്നാണ് ഈ ശബരിമല വിശ്വാസ സംരക്ഷണ റാലി നടന്നുകൊണ്ടിരുന്നത്. ഇന്നലെ അത് വൈകുന്നേരത്തോടുകൂടി ചെങ്ങന്നൂരിൽ സമാപിച്ചു. അതിനുശേഷം ഇന്ന് അതിൻ്റെ പദയാത്ര വലിയ വിപുലമായ രീതിയിൽ നടന്നു. 10,000-ലധികം ആളുകൾ ഈ പദയാത്രയുടെ ഭാഗമായി എന്നുള്ളത് UDFിൻ്റെ രാഷ്ട്രീയ വിജയം കൂടിയാണ്. അതിനുശേഷം ഈ പത്തനംതിട്ടയിൽ നടക്കുന്ന ഈ സമാപന യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. വി ഡി സതീശനും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും അടക്കം UDFിൻ്റെ പ്രധാന നേതാക്കളെല്ലാം തന്നെ പങ്കെടുത്തു. ACCയുടെയും നേതാക്കൾ ഈ യോഗത്തിന് ഉണ്ടായിരുന്നു. ഒപ്പം ഏറ്റവും രാഷ്ട്രീയ പ്രാധാന്യത്തോടെ കാത്തിരുന്ന രാഷ്ട്രീയ കേരളം നോക്കിയിരുന്ന ചില കാര്യങ്ങൾ കൂടി ഈ സംഗമത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. അത് KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട അതൃപ്തികളാണ്. ഈ അതൃപ്തിക്കിടെ ചാണ്ടിയുമ്മനും കെ മുരളീധരനും അല്പം നേതൃത്വത്തോടെ പിണങ്ങിയിരുന്നു. ചാണ്ടിയുമ്മൻ ഇന്നലെ തന്നെ ഈ പരിപാടിയുടെ ഭാഗമായി ഇന്നലെ നടന്ന പരിപാടികളിൽ പങ്കെടുത്തിരുന്നല്ല, ഇന്ന് പങ്കെടുക്കും എന്നറിയിച്ചിരുന്നു. അതിന്റെ ഭാഗമായി അദ്ദേഹം ഇവിടേക്ക് എത്തിയിരുന്നു. സാന്നിധ്യം അറിയിച്ച് നേതാക്കളെ കണ്ട് സംസാരിച്ച ഈ വേദിയിൽ നിന്ന് മടങ്ങി. മറ്റൊന്ന്, ഇപ്പോഴും UDF ക്യാമ്പും രാഷ്ട്രീയ കേരളവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് കെ മുരളീധരൻ വരുമോ എന്ന ചോദ്യമാണ്. അദ്ദേഹം ഗുരുവായൂരിൽ നിന്ന് രാവിലെ തന്നെ ഉച്ചയോടുകൂടി പുറപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് വേണ്ടിയാണ് ഈ പരിപാടി ഇപ്പോഴും നീട്ടിക്കൊണ്ടു പോകുന്നത്. ഏറെ നേരം കാത്തിരുന്ന ശേഷം വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള പ്രധാന നേതാക്കൾ മടങ്ങി. ഇപ്പോഴും KPCC അധ്യക്ഷൻ അടക്കമുള്ള ആളുകൾ വേദിയിലിരിക്കുന്നത് നമുക്ക് കാണാം. ഈ ജാഥയുടെ 4 ക്യാപ്റ്റന്മാരിൽ ഒരാൾ കൂടിയാണ് കെ മുരളീധരൻ. തൃശ്ശൂരിൽ നിന്ന് ആരംഭിച്ച യാത്ര നയിച്ചിരുന്നത് അദ്ദേഹമാണ്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ കെ മുരളീധരൻ ഈ വേദിയിലേക്ക് എത്തും എന്നുള്ളതാണ് പ്രസംഗിക്കുന്ന നേതാക്കളെല്ലാം പറയുന്നത്. ഇപ്പോൾ അല്പം മഴ കൂടി ഈ പരിപാടി നടക്കുന്ന സ്ഥലത്ത് പെയ്തു തുടങ്ങിയിട്ടുണ്ട്. അത് പ്രവർത്തകരെ ബാധിച്ചിട്ടുണ്ട്. അവർ അപ്പുറത്തേക്ക് മാറി നിൽക്കുകയാണ്. ഈ പ്രവർത്തകരും കാത്തിരിക്കുന്നത് കെ മുരളീധരന്റെ വരവിന് വേണ്ടി തന്നെയാണ്. എന്തായാലും അരമണിക്കൂർ നേരമാണ് കെ മുരളീധരൻ എത്താൻ വേണ്ടി സംസാരിക്കുന്ന നേതാക്കൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അത് കാത്തിരിക്കുകയുമാണ്. പരിപാടി തുടരുകയുമാണ്. ഓക്കെ, താങ്ക് യു. അശ്വിൻ പാലാഴിയാണ് പന്തളത്ത് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും ഇപ്പോഴും നമ്മൾ അറിയുന്നതനുസരിച്ച് കെ മുരളീധരൻ പന്തളത്തേക്കുള്ള യാത്രയിലാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.